കൊടുങ്ങല്ലൂർ അഴീക്കോട് റേഷൻ കടയിലെ മസ്റ്ററിംഗ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചയാൾ ഇപോസ് മെഷീൻ നിലത്തെറിഞ്ഞ് തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് മഞ്ഞളിപ്പള്ളി സ്വദേശി കൈതവളപ്പിൽ രാജേഷിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള കലാമണ്ഡലം കലാരംഗത്തെ സമ്പൂർണ്ണ സർവകലാശാലയായി മാറുമ്പോൾ ലോക സാംസ്കാരിക ടൂറിസം രംഗത്ത് വലിയ അനന്ത സാധ്യതയാണ് തുറക്കുകയെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കലാമണ്ഡലത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് സാമ്പത്തികമായി സ്വയം പര്യാപ്തയാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടുങ്ങല്ലൂർ അഴീക്കോട് റേഷൻ കടയിലെ മസ്റ്ററിംഗ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചയാൾ ഇപോസ് മെഷീൻ നിലത്തെറിഞ്ഞ് തകർത്തു. അഴീക്കോട് മഞ്ഞളി പാലത്തിന് സമീപം മേഴ്സി ലൂയിസിന്റെ ലൈസൻസിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയിലായിരുന്നു സംഭവം. മസ്റ്ററിംഗ് നടത്തുന്നതിനിടയിൽ എത്തിയ ആൾ പ്രകോപനമില്ലാതെ ഇപോസ് മെഷീൻ നിലത്തെറിഞ്ഞ് തകർക്കുകയായിരുന്നു. നിലത്തുവീണ മെഷീൻ കാലിൽ തട്ടി ഗർഭിണിയായ യുവതിക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് മഞ്ഞളിപ്പള്ളി സ്വദേശി കൈതവളപ്പിൽ രാജേഷിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി നഗരസഭയിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ചാലക്കുടി സൗന്ദര്യവൽക്കരണ പദ്ധതിക്ക് പാലസ് റിംഗ് റോഡിൽ തുടക്കമായി. പാലസ് റിംഗ് റോഡ് ഉൾപ്പെടുന്ന നഗരസഭയിലെ 16, 17, 18, 19, 20 വാർഡുകളിലെ വാർഡ് വികസന സമിതി, ചാലക്കുടി ലയൺസ് ക്ലബ്ബ്, സെന്റ് ജെയിംസ് അക്കാദമി എന്നിവയുടെ നേതൃത്വത്തിലാണ് ചാലക്കുടി സൗന്ദര്യവൽക്കരണ പദ്ധതിയായ എൻ്റെ പരിസര ശുചിത്വം എൻ്റെ ഉത്തരവാദിത്തം പദ്ധതി നടപ്പിലാക്കുന്നത്. പാലസ് റിംഗ് റോഡ് മാതൃകാ റോഡാക്കി മാറ്റുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. പാലസ് റിംഗ് റോഡ് മാതൃകാ റോഡാക്കി മാറ്റുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഓരോ വീടുകളിലും മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കൽ, മാലിന്യ സംസ്കരണ പരിശീലനം നൽകൽ, വഴിയോരങ്ങളിൽ തണൽ വൃക്ഷങ്ങൾ നട്ടുവളർത്തൽ, സെമിനാറുകൾ നടത്തൽ, അപകടങ്ങൾ ഒഴിവാക്കാനായുള്ള മിററുകൾ സ്ഥാപിക്കൽ, ആവശ്യമായ സ്ഥലങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ, വഴിയോരങ്ങളിൽ വിശ്രമിക്കാനായുള്ള ബെഞ്ചുകൾ സ്ഥാപിക്കൽ, ദിശാ ബോർഡുകൾ സ്ഥാപിക്കൽ, വളവുകളിലെ കാനയ്ക്ക് മുകളിൽ സ്ലാബുകൾ സ്ഥാപിക്കൽ, വീതി കുറഞ്ഞ കലുങ്കുകൾ വീതി കൂട്ടുക, ഓപ്പൺ ജിം സജ്ജീകരിക്കൽ തുടങ്ങിയ പ്രവർത്തികളാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഈസ്റ്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് ആരംഭിച്ച ശുചിത്വ ബോധവൽക്കരണ റാലി ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ എബി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജോമി കാവുങ്കൽ അധ്യക്ഷനായി. നഗരസഭാ പ്രതിപക്ഷ ലീഡർ CS സുരേഷ് ശുചിത്വ സന്ദേശ പോസ്റ്റർ പ്രകാശനം ചെയ്തു. വാർഡ് കൗൺസിലർ VJ ജോജി പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, കൗൺസിലർമാരായ ദീപു ദിനേശ്, സിന്ധു ലോജു, TD എലിസബത്ത്, സെന്റ് ജെയിംസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ, ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില, മുൻ ഗവർണർ സാജു പാത്താടൻ, ബിജു ഗ്ലാബൽ, ഈപ്പൻ, KS സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ഇന്ന് ലോക വയോജന ദിനം. പ്രായമായവരെ ആദരിക്കുന്നതിനും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് ഒക്ടോബർ 1 വയോജന ദിനമായി പ്രഖ്യാപിച്ചത്. പ്രായത്തിനടിസ്ഥാനത്തിലുള്ള വിവേചനമില്ലാത്ത സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കുകയും സാമൂഹ്യ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് വയോജനങ്ങളെ മാറ്റി നിർത്തുക, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക തടസ്സങ്ങളെ ഇല്ലാതാക്കുകയും അവർക്ക് സമൂഹത്തിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കുന്നതിന് അവസരം നൽകുകയും ചെയ്യുക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വയോജന ദിനം ആഘോഷിച്ചു. അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി പന്തല്ലൂർ ജനതാ UP സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലെ കുരുന്നുകളുടെ മുത്തശ്ശിമാരെ അനുമോദിച്ചു. അനുമോദന യോഗം പഞ്ചായത്ത് അംഗം AK രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക NS അനില അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് അജിമോൾ ഷാബു, MPTA പ്രസിഡന്റ് അശ്വതി, SSG ചെയർമാൻ മോഹനൻ വടക്കേടത്ത്, SSG വൈസ് ചെയർമാൻ TK പ്രദീപ്, സ്റ്റാഫ് സെക്രട്ടറി ആതിര കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മുത്തശ്ശിമാർ കുഞ്ഞു കുഞ്ഞു കഥകൾ പറഞ്ഞതും പാട്ടുകൾ പാടിയതും വയോജന ദിനാഘോഷത്തിന് കൊഴുപ്പേകി. കൊടകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാഘോഷവും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പ്രഖ്യാപനവും നടത്തി. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് MA സുനിൽകുമാർ, തണൽ പ്രസിഡന്റ് MO ഡേവിഡ് എന്നിവർ പ്രസംഗിച്ചു.
മാള കോട്ടയ്ക്കൽ സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ബൈക്ക് റാലിയായി മാള കരുണാഭവനിൽ എത്തി അന്തേവാസികളെ ആദരിച്ചു. വിദ്യാർത്ഥികളും അന്തേവാസികളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. കരുണാഭവനിൽ നടന്ന യോഗത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ജോളി EJ, കരുണാഭവൻ മദർ സുപ്പീരിയർ സിസ്റ്റർ പ്രശാന്ത്, NSS പ്രോഗ്രാം ഓഫീസർ മധു VA, അധ്യാപകരായ AR ചന്ദ്രബോസ്, MD ആതിര, സവിധ ആന്റണി, ജിനിൽ ജോർജ്, NSS വോളണ്ടിയർ മാത്യു ആന്റണി എന്നിവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുത്തൻവേലിക്കര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനം ആചരിച്ചു. പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഓമന ശിവൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൻവേലിക്കര യൂണിറ്റ് പ്രസിഡന്റ് PK ശാന്ത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി CP അംബുജാക്ഷൻ വയോജന സന്ദേശം നൽകി. എഴുത്തുകാരി മായ നടേശനെ ചടങ്ങിൽ ആദരിച്ചു. മായ നടേശന്റെ കമലവിലാസ് കൽമഷി പുസ്തകം TS സുധീഷ് പരിചയപ്പെടുത്തി. യൂണിറ്റ് സെക്രട്ടറി CA പ്രദീപ്, VK സന്തോഷ്, നളിനി ശിവൻ എന്നിവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊയ്യ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK റാഫേൽ അധ്യക്ഷത വഹിച്ചു. പൊയ്യ സെന്റ് ഫ്രാൻസിസ് ദേവാലയ വികാരി ഫ്രാൻസിസ്കോ പടമാടൻ വയോജന ദിന സന്ദേശം നൽകി. വയോജനങ്ങളും ആരോഗ്യ സുരക്ഷയും എന്ന വിഷയത്തിൽ മാളപ്പള്ളിപ്പുറം KVM മെഡിക്കൽ സെന്റർ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ PS നികേഷ് ക്ലാസ് നയിച്ചു. മാള ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് P പുഷ്പാങ്കദൻ വയോജനങ്ങളെ ആദരിച്ചു. ചടങ്ങിൽ ചികിത്സാ സഹായം വിതരണം ചെയ്തു. KB ശശി, AF അഫ്രേം, NT വാസു, KT കൊച്ചുത്രേസ്യ എന്നിവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനം ആചരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് മണ്ഡകത്ത് ചികിത്സാ സഹായ വിതരണം നിർവഹിച്ചു. അന്നമനട ആയുർവേദ ആശുപത്രി സീനിയർ സൂപ്രണ്ട് NS രേഖ വാർദ്ധക്യകാല ആരോഗ്യ പരിപാലന ക്ലാസ് നയിച്ചു. ലളിത, S സോമസുന്ദരം, AK സലീന, ജോൺസൺ കണ്ടമ്പുഴ, NL ജേക്കബ്, PM സന്തോഷ്, KO ഡേവിസ് എന്നിവർ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ ടൈം മാള. കേരള കലാമണ്ഡലം കലാരംഗത്തെ സമ്പൂർണ്ണ സർവകലാശാലയായി മാറുമ്പോൾ ലോക സാംസ്കാരിക ടൂറിസം രംഗത്ത് വലിയ അനന്ത സാധ്യതയാണ് തുറക്കുകയെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കലാമണ്ഡലത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് സാമ്പത്തികമായി സ്വയം പര്യാപ്തയാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഒപ്പം അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യം ഗൗരവമായി യൂണിവേഴ്സിറ്റി നേതൃത്വം പരിശോധിക്കണം. ഈ പഠിക്കുന്ന കല കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുമെന്ന ധാരണയിലേക്ക് നമ്മൾ എത്തരുത്. എല്ലാവർക്കും ആശാട്ടിമാരും ആശാന്മാരും ആകാൻ കഴിയില്ല. അതോടൊപ്പം സർക്കാരിൻ്റെ പരീക്ഷകൾ എഴുതി ജയിക്കാനും ലോകത്തെവിടെ പോയി തൊഴിൽ ചെയ്യാനും കഴിയുന്ന അക്കാദമിക് നിലവാരം കൂടി മെച്ചപ്പെടുത്തണം. ഞാൻ വൈസ് ചാൻസലറോട് രജിസ്ട്രാർഡും പറഞ്ഞു കഴിഞ്ഞു, ഒരു പ്രപ്പോസൽ അതുകൂടി വെച്ചുകൊണ്ട് പഠിക്കാതെ ഡാൻസ് നടത്തിയിട്ട് കാര്യമില്ല, പഠിച്ചുകൊണ്ട് ഡാൻസ് പഠിക്കണം. അതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. കേരള കലാമണ്ഡലത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന ഗുരു ചിന്നമ്മു അമ്മ ലേഡീസ് ഹോസ്റ്റൽ ശിലാസ്ഥാപനവും വിസിറ്റേഴ്സ് ലോഞ്ചിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം തയ്യാറാക്കിയ ഹാൻഡ്ബുക്ക് കലാമണ്ഡലം ശിവൻ നമ്പൂതിരിക്ക് നൽകി പ്രകാശനം ചെയ്തു. രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ, SC/ST കമ്മീഷൻ അംഗം TK വാസു, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി, കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളായ AV സതീഷ്, K രവീന്ദ്രനാഥൻ, ഡെപ്യൂട്ടി രജിസ്ട്രാർ ഷാജി സാമുവൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചാലക്കുടിയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചു. ബൈക്ക് യാത്രികനായ മത്സ്യവില്പനക്കാരൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. രാവിലെ മിനി സിവിൽ സ്റ്റേഷന് സമീപമായിരുന്നു സംഭവം. മാർക്കറ്റിൽ നിന്നും മത്സ്യവുമായി വന്ന പടിഞ്ഞാറെ ചാലക്കുടി സ്വദേശിയായ മത്സ്യവില്പനക്കാരൻ സഞ്ചരിച്ച ബൈക്കാണ് ലോറി ഇടിച്ചത്. ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപകടം. ബൈക്ക് ലോറിക്കടിയിൽപ്പെട്ടെങ്കിലും ബൈക്ക് യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇനി നാട്ടിൽ നടന്നത്. പുത്തൻചിറ ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച 5ാം വാർഡ് കീർത്തി അങ്കണവാടിയുടെ ഉദ്ഘാടനം നടന്നു. ബെന്നി ബെഹ്നാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. അതിൻ്റെ ഉദ്ഘാടനമാണ് ഒരുപാട് കുറേ നാളായി നവീകരണം കഴിഞ്ഞ് പ്രവർത്തനമൊക്കെ ആരംഭിച്ചതാണ്. പക്ഷേ ചടങ്ങ് നടത്തുന്നു. ഇതിനുവേണ്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം ആവശ്യപ്പെട്ടത് 3 ലക്ഷം രൂപയാണ് എൻ്റെ MD ഫണ്ടിൽ നിന്നും. ആ 3 ലക്ഷം രൂപ കൊടുത്തപ്പോഴാണ് 3 ലക്ഷം രൂപ കൊണ്ട് ഇത് പൂർത്തീകരിക്കില്ല, കുറച്ചുകൂടി പണം ആവശ്യമാണെന്ന് പറഞ്ഞു.
തുടങ്ങി വെച്ചൊരു കാര്യം പൂർത്തീകരിക്കാതെ കിടക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമായ 1.5 ലക്ഷം രൂപ കൂടി അനുവദിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് സോണിയയും മറ്റു ആളുകളൊക്കെ വന്നപ്പോൾ തന്നെ ഞാനത് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 4 ലക്ഷം രൂപയാണ് ഈ പദ്ധതി കൊടുത്തത്. ഏതായാലും അതിൻ്റെ പണിയൊക്കെ തീർന്ന് മനോഹരമായി. അംഗൻവാടികളെയൊക്കെ നമുക്ക് നല്ല ഭൗതിക സൗകര്യങ്ങൾ അംഗൻവാടിയിലാക്കിയിരിക്കണം. അത് ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു സമൂഹത്തിൻ്റെ ഒരു ആഗ്രഹവും ആവശ്യമാണ്. നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് പരിചരണം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അംഗൻവാടി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശശികുമാർ ഇടപ്പുഴ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ ജിസ്മി സോണി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വാസന്തി സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ VS അരുൺ രാജ്, പത്മിനി, ഗോപിനാഥ്, VA നദീർ, ICD CDPO സിനി NK, ICD സൂപ്പർവൈസർ MH രജിക, ടീച്ചർ PA വിലാസിനി എന്നിവർ സംസാരിച്ചു. ബെന്നി ബെഹ്നാൻ MP പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് 4,50,000 രൂപ ചെലവഴിച്ചാണ് അങ്കണവാടി നവീകരിച്ചത്. 40,000 വനിതകളെ കൃഷിയിലേക്ക് എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പൊലിമ പുതുക്കാടിന്റെ 5ാം ഘട്ട വിളവെടുപ്പ് നടന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വിശിഷ്ടാതിഥിയായിരുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സ്വപ്ന പദ്ധതി വിശദീകരിച്ചു. തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സനിൽ, നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ എന്നിവർ സംസാരിച്ചു. ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തിന് തുടക്കമായി. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഫിലിം മേക്കറുമായ പോൾ ആന്റണി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PK അയ്യപ്പൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കുടൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. സന്തോഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ S. രാധിക, HM ഇൻചാർജ് MU സുരേഷ്, SMC ചെയർമാൻ CS ശ്രീനിവാസൻ, MPTA പ്രസിഡന്റ് രഹന കിഷോർ, OSA സെക്രട്ടറി PV അരുൺ, മുൻ PTA പ്രസിഡന്റ് PK സോജൻ എന്നിവർ സംസാരിച്ചു. ചാമക്കാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ IRS ജൂനിയർ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് ചാമക്കാലയിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M. ഷാജഹാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചന്ദ്രാപ്പിനി സെന്ററിൽ നടന്ന സമാപന യോഗം റിട്ടയേർഡ് ക്രൈംബ്രാഞ്ച് SI MP മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. ചാമക്കാല മഹൽ ഖത്തീബ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ, IRS പ്രസിഡന്റ് KH സലീം, സെക്രട്ടറി MCA സനൂബ് അലി, ട്രഷറർ സഫ്ഗാൻ, ജൂനിയർ ബ്രദേഴ്സ് എക്സിക്യൂട്ടീവ് അംഗം PT തൻസീർ എന്നിവർ സംസാരിച്ചു. പഠനത്തിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. പുത്തഞ്ചിറ K. കരുണാകരൻ മെമ്മോറിയൽ സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാൻ ആയി PK ജോസ് ചുമതലയേറ്റു. വൈസ് ചെയർമാൻ TP കൊച്ചാപ്പു, കമ്പനി ഡയറക്ടർമാരായ ജിബു ജോൺ പാലത്തിങ്കൽ, KK പുഷ്കരൻ, ജെസി പോൾസൺ, കമ്പനി MDS ഷീബ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി തൃശൂർ റൂറൽ ജില്ലാ ചാലക്കുടി സബ് ഡിവിഷൻ പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം സൗത്ത് ബസ് സ്റ്റാൻഡിൽ നടത്തി. നഗരസഭാ ചെയർമാൻ എബി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി DYSP K. സുമേഷ് അധ്യക്ഷനായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു, നഗരസഭാ പ്രതിപക്ഷ ലീഡർ CS സുരേഷ്, വാർഡ് കൗൺസിലർ TD എലിസബത്ത്, എക്സൈസ് ഇൻസ്പെക്ടർ CU ഹാരിഷ് തുടങ്ങിയവർ സംസാരിച്ചു. കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂർ അഴീക്കോട് റേഷൻ കടയിലെ മസ്റ്ററിംഗ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചയാൾ ഇപോസ് മെഷീൻ നിലത്തെറിഞ്ഞ് തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് മഞ്ഞളിപ്പള്ളി സ്വദേശി കൈതവളപ്പിൽ രാജേഷിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള കലാമണ്ഡലം കലാരംഗത്തെ സമ്പൂർണ്ണ സർവകലാശാലയായി മാറുമ്പോൾ ലോക സാംസ്കാരിക ടൂറിസം രംഗത്ത് വലിയ അനന്ത സാധ്യതയാണ് തുറക്കുകയെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കലാമണ്ഡലത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് സാമ്പത്തികമായി സ്വയം പര്യാപ്തയാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.